ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP Fancy Items. Deva Star Homes, Punalur. Punalur Electricals and Plumbing, near Excise Circle Office, Tolikod, Punalur. Branded companiകളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്. ഇനി എന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കുളത്തൂപ്പുഴ, കൊല്ലം. 2016-17 അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. എയർ കണ്ടീഷൻ പ്ലേ ക്ലാസ്, ആധുനിക സംവിധാനങ്ങളോടുകൂടിയ പ്രത്യേക KG സെക്ഷൻ, ഉന്നത നിലവാരമുള്ള അധ്യാപകർ, കരാട്ടെ, യോഗ ക്ലാസുകൾ, ചിട്ടയായ അധ്യാപനം, മികച്ച അച്ചടക്കം, വിശാലമായ ലൈബ്രറി, കമ്പ്യൂട്ടർ, സയൻസ്, മാത്സ് ലാബുകൾ, കുട്ടികളിലെ കലാകായിക രംഗത്തെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന് ആർട്സ് ആൻഡ് സ്പോർട്സ്, മ്യൂസിക്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ട്രെയിനിംഗ്. KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കുളത്തൂപ്പുഴ, കൊല്ലം. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിടയിലും CPI-യിൽ കൊഴിഞ്ഞുപോക്ക്. പാർട്ടിയിൽ വിഭാഗീയത ആരോപിച്ച് പുനലൂർ മണ്ഡലത്തിലെ ഒരു വിഭാഗം CPI നേതാക്കൾ RSPയിലേക്ക് ചേക്കേറി. ബംഗാളിലെ CPM കോൺഗ്രസ് കൂട്ടുകെട്ടിനെ പരിഹസിച്ച് കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡ. കേന്ദ്ര ഫണ്ടുകൾ നേടിയെടുക്കുന്നതിലും വിനിയോഗിക്കുന്നതിലും സംസ്ഥാന സർക്കാർ പരാജയമെന്നും കേന്ദ്രമന്ത്രി. പെരുമ്പാവൂരിൽ ദളിത് പെൺകുട്ടി ജിഷയെ ക്രൂരമായി മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയ കേസിന്റെ അന്വേഷണം ശരിയായ ദിശയിലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പ്രതികൾ ഉടൻ പിടിയിലാകുമെന്നും മന്ത്രി. പുനലൂരിലെ സ്കൂൾ പരിസരങ്ങളിൽ പാൻ മസാലയും പുകയില ഉൽപ്പന്നങ്ങളും വൻതോതിൽ വിറ്റഴിക്കുന്നതായി പരാതി. കഴിഞ്ഞ ഒരു മാസത്തിനിടെ പുനലൂർ മേഖലയിൽ നിന്നും പിടിച്ചെടുത്തത് 1 ലക്ഷത്തോളം രൂപയുടെ പാൻ മസാല. വാർത്തകൾ വിശദമായി. CPI-യിൽ നിന്ന് രാജിവെച്ച നേതാക്കൾ RSPയിൽ ചേർന്നു. പുനലൂർ നിയോജക മണ്ഡലത്തിൽ CPI-യിൽ കടുത്ത വിഭാഗീയത നിലനിൽക്കുന്നതായും നേതാക്കൾ ആരോപിച്ചു. CPI പുനലൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന G ജയകൃഷ്ണൻ, AYF മണ്ഡലം കമ്മിറ്റി അംഗമായിരുന്ന പ്രതീഷ്, VR ഉമേഷ് എന്നിവരാണ് RSPയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. പുനലൂരിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം CPIയുടെ വ്യക്തിത്വം CPM-ന് അടിയറ വെക്കുന്ന സമീപനമാണ് കുറച്ചു നാളുകളായി സ്വീകരിച്ചത്. പുനലൂർ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് CPIയുടെ ആ നിലവാരം അതേപടി പിന്തുടരുകയും എന്നാൽ CPM-ന്റെ സീറ്റുകളിൽ ഗണ്യമായ കുറവ് സംഭവിച്ചു. ആ ഒരു സാഹചര്യത്തിൽ പോലും ചെയർമാൻ സ്ഥാനത്തേക്ക് കൂടുതലായി ചോദിക്കുവാനോ അത് വാങ്ങിച്ചെടുക്കുവാനോ സാധിക്കാത്ത ആ ഒരു രീതിയിലേക്ക് തരം താന്നുപോയി ഇപ്പോഴത്തെ CPIയുടെ നേതൃത്വം. പുനലൂർ നിയോജക മണ്ഡലത്തിൽ CPI-യിൽ കടുത്ത വിഭാഗീയത നിലനിൽക്കുകയാണെന്നും അതിനുദാഹരണമാണ് പുനലൂരിലെ സ്ഥാനാർത്ഥി നിർണയമെന്നും നേതാക്കൾ ആരോപിച്ചു. കുറച്ച് നാളുകളായി ഈ CPI നിലനിൽക്കുന്ന വിഭാഗീയത വലിയ ഒരു അപകടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം. ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ളവരെ ഈ വിഭാഗീയതയുടെ പേരിൽ മനഃപൂർവ്വമായി മാറ്റി നിർത്തുന്നു. അതിന്റെ വലിയൊരു പ്രതിഫലനമാണ് ഇത്തവണ പുനലൂരിൽ CPIയുടെ സ്ഥാനാർത്ഥിത്വം. CPIയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ഭൂരിപക്ഷം ആൾക്കാരും ഈ തീരുമാനത്തിനെതിരാണ്. അത് പല ഘടകങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചില ആൾക്കാരുടെ വ്യക്തി താല്പര്യത്തിനും വിഭാഗീയതയുടെയും ഒക്കെ പരിണിത ഫലമായി അവരെടുത്ത തീരുമാനം തന്നെ അവസാനം നടപ്പിലാക്കി സഖാവ് രാജുവിനുള്ള സ്ഥാനാർത്ഥികൾ. പാർട്ടി പ്രവർത്തകരുടെ താൽപര്യത്തിനും ആഗ്രഹത്തിനും വിരുദ്ധമാണ് അഡ്വക്കേറ്റ് K രാജുവിന്റെ സ്ഥാനാർത്ഥിത്വമെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. RSP ജില്ലാ കമ്മിറ്റി അംഗം M നാസർ ഖാനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
കേന്ദ്ര ഫണ്ടുകൾ നേടിയെടുക്കുന്നതിലും വിനിയോഗിക്കുന്നതിലും സംസ്ഥാന സർക്കാരുകൾ പരാജയമാണെന്ന് കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡ. NDA സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കലഞ്ഞൂരിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബംഗാളിൽ ഒന്നിച്ച് വോട്ട് തേടുന്നവർ കേരളത്തിൽ ഭിന്നിച്ച് വോട്ട് തേടുന്നത് എന്തിനെന്ന് അദ്ദേഹം ചോദിച്ചു. ഈ ഞങ്ങളെല്ലാം ചതിക്കുന്ന ഒരു പരിപാടി, ഇത് ഞങ്ങളൊരു ചതിക്കുന്ന പരിപാടി. CPM കോൺഗ്രസ് രണ്ടാളും ഇപ്പോ എന്താ പറഞ്ഞാൽ CPM കോൺഗ്രസ് രണ്ടാളും CPM ഉണ്ടേത് കോൺഗ്രസ് ഇത് വെസ്റ്റ് ബംഗാളിലെ ഒരു പോളിസി, കേരളത്തിലെ ഒരു പോളിസി, ഒരു ഈ ദേശത്തിലുണ്ട പുറത്തുണ്ട, ഇതൊന്നും ഓരോന്നെ ആലോചന ആക്കണം. സംസ്ഥാനത്തെ ജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനമാണ് ഇടത് വലത് പാർട്ടികളുടേതെന്ന് ബംഗാളിലെ കോൺഗ്രസ് CPM ബന്ധം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പെരുമ്പാവൂരിൽ ജിഷ എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ക്രൂരമായി മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംഭവത്തിന് രാഷ്ട്രീയ നിറം നൽകുന്ന പ്രതിപക്ഷത്തിന്റെ രീതി ശരിയല്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികളെ ഉടൻ പിടികൂടുമെന്നും തെരഞ്ഞെടുപ്പെടുത്തതോടെ ജിഷയുടെ മരണത്തിന് രാഷ്ട്രീയ നിറം നൽകുന്നത് ശരിയായ നടപടിയല്ലെന്നും ആഭ്യന്തരമന്ത്രി അഭിപ്രായപ്പെട്ടു. പോലീസിന് ശരിയായ ദിശയിൽ ഈ കേസ് അന്വേഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ മാധ്യമപ്രവർത്തകരും സഹകരിക്കണം ഇതിനോട്. ഇത് അതുകൊണ്ട് എല്ലാവരും സഹകരിച്ചു പോകണം. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാനുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കണം. ഇതിനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരമായി ഉപയോഗിക്കുക ദയവായി. കാരണം ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു സഹോദരിക്കുണ്ടായ ദുരന്തമാണ്. ആ ദുരന്തത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് കുറ്റവാളിയെ കണ്ടെത്താനും കേസ് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് ശ്രമിക്കേണ്ടത്. തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഇതിന് രാഷ്ട്രീയ നിറം കൊടുക്കുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. മരണം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ച സംഭവം അന്വേഷിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. അറിയില്ല, ഞാനിപ്പോഴാണ് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. എനിക്കറിയില്ല ആരാണെന്ന്, ഞാൻ അന്വേഷിക്കാതെ എന്താ സംഭവം. ഏതായാലും മാധ്യമപ്രവർത്തകരും ഈ കാര്യത്തിൽ സഹകരിക്കണം നിങ്ങളും. കാരണം ഇതൊരു കേസ് അന്വേഷണം നല്ല നിലയിൽ കൊണ്ടുപോകാൻ നിങ്ങൾ സഹകരിക്കുകയാണ് വേണ്ടത്. പത്തനാപുരത്തെ UDF സ്ഥാനാർത്ഥി PV ജഗദീഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ചെങ്ങമനാട് സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി PV ജഗദീഷ് കുമാറിന്റെ മണ്ഡലത്തിലെ സ്വീകരണ പരിപാടിക്ക് തുടക്കമായി. വിവിധ കോളനികളിൽ ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. ശ്രീ പത്മനാഭന്ദനന്തപുരിയിൽ നിന്നിറങ്ങി രാഷ്ട്രീയ ഹരിശ്രീ പഠനം തൊട്ടേ തുടങ്ങി. വെട്ടിക്കവല ക്ഷേത്രത്തിൽ നിന്നുമാണ് സ്വീകരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. DCC പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വെട്ടിക്കവല പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം ഒന്നാം ദിവസത്തെ പര്യടനം സദാനന്ദപുരത്ത് സമാപിച്ചു. രണ്ടാം ദിവസമായ തിങ്കളാഴ്ച പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ വെട്ടിത്തിട്ടയിൽ നിന്നും ആരംഭിച്ച് മലയോര തോട്ടം മേഖലയായ ചെമ്പനരുവിയിൽ പര്യടനം സമാപിച്ചു. ആദിവാസി കോളനികളും തോട്ടം തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന മലയോര മേഖലകളിൽ പ്രൗഢഗംഭീരമായ വരവേൽപ്പാണ് UDF സ്ഥാനാർത്ഥി PV ജഗദീഷ് കുമാറിന് ലഭിച്ചത്. സഖ്യസീമ, കൂട്ടുമുക്ക്, മുള്ളുമല, പെരുന്തോയിൽ, മഹാദേവർമൺ എന്നിവിടങ്ങളിൽ നടന്ന സ്വീകരണ പരിപാടികളിൽ നൂറുകണക്കിന് ആളുകൾ പങ്കുകൊണ്ടു. ചൊവ്വാഴ്ച പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിലെ കരിമ്പാലൂരിൽ നിന്നും ആരംഭിച്ച സ്വീകരണ പരിപാടി മെതുകുമേലിൽ സമാപിച്ചു. വിവിധ കോളനികളിൽ നിന്ന് ഊഷ്മളമായ വരവേൽപ്പാണ് ജഗദീഷ് കുമാറിന് ലഭിച്ചത്. സ്വീകരണ പരിപാടികളിൽ UDF നേതാക്കളായ CR നജീബ്, ബാബു മാത്യു, G രാധാമോഹൻ, ബെന്നി കക്കാട്, K അനിൽ, പള്ളിത്തോപ്പിൽ ഷിബു, M ഷെയ്പരീദ് എന്നിവർ സംസാരിച്ചു. ഞാൻ ധാർഷ്ട്യമില്ലാതെ പ്രവർത്തിക്കും, ഞാൻ അഹങ്കാരമില്ലാതെ പ്രവർത്തിക്കും, താൻ പ്രമാണിത്വമില്ലാതെ, മാടമ്പി സ്വഭാവമില്ലാതെ, വഞ്ചനാപരമായ നിലപാടുകൾ എടുക്കാതെ, അവസരവാദ നിലപാടുകൾ എടുക്കാതെ നിങ്ങളിൽ ഒരാളായി നിങ്ങളോടൊപ്പം തന്നെ
ഈ മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിക്കും. പത്തനാപുരത്തിന്റെ ശബ്ദം നിയമസഭയിൽ എന്നെ കൊണ്ടാവുന്ന വിധം മുഴക്കും. പത്തനാപുരത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ഒരു രാത്രി കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് വാഗ്ദാന പെരുമഴ നടത്തുന്നത് ശരിയായ ഒരു രീതിയല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ 100% ആത്മാർത്ഥമായി ഞാൻ ശ്രമിക്കും എന്നാണ് എനിക്ക് വാക്ക് നൽകാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി PV ജഗദീഷ് കുമാറിന് പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിലും സ്വീകരണം നൽകി. പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിലെ സ്വീകരണ പരിപാടി കരിമ്പാലി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ചു. KPCC നിർവാഹക സമിതി അംഗം CR നജീബ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഗ്രന്ഥശാല ജംഗ്ഷൻ, കുന്നത്തയ്യം, വട്ടക്കാല, കോയിക്കൽ, വേടമല, ചെളുക്കുഴി, മഞ്ചാടിമുക്ക്, മെതുവുമ്മേൽ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തിയ ശേഷം കടുവാത്തൂർ ജംഗ്ഷനിൽ സമാപിച്ചു. വിവിധ ജംഗ്ഷനുകളിൽ ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. സ്വീകരണ യോഗത്തിൽ UDF നേതാക്കളായ ബാബു മാത്യു, G രാധാമോഹൻ, R വിജയരാജൻപിള്ള, N സുദർശനൻ, R സുശീലൻ, ലതാ സി നായർ, രാധാമണിയമ്മ, ജോർജ് തോമസ്, V നീലാംബരൻ എന്നിവർ സംസാരിച്ചു. ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കൈച്ചിഹ്നത്തിൽ മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഡോക്ടർ A യൂനുസ് കുഞ്ഞിന് കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ സ്വീകരണം നൽകി. സ്വീകരണ പരിപാടി KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി ഉദ്ഘാടനം ചെയ്തു. പുനലൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി A യൂനുസ് കുഞ്ഞിന്റെ സ്വീകരണ പരിപാടി 11 മൈൽ ജംഗ്ഷനിൽ നിന്നുമാണ് ആരംഭിച്ചത്. 11 മൈൽ ജംഗ്ഷനിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KK സാബു അധ്യക്ഷത വഹിച്ചു. RSP നേതാവും UDF പഞ്ചായത്ത് കമ്മിറ്റി കൺവീനറുമായ R ഷറഫുദ്ദീൻ സ്വാഗതം പറഞ്ഞു. സ്വീകരണ പരിപാടി KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി ഉദ്ഘാടനം ചെയ്തു. എല്ലാ ജില്ലകളിലും UDF വളരെ മുന്നിലാണ്. കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ തവണ 2 സീറ്റാണ് UDF കിട്ടിയത്. ഒന്ന് പത്തനാപുരവും ഒന്ന് ചവറയും. എന്നാൽ ഇത്തവണ പകുതിയിൽ കൂടുതൽ സീറ്റുകളിൽ ഇതിനകം വിജയം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അതിന് മുകളിലോട്ട് വിജയസാധ്യതയുള്ള നിയോജക മണ്ഡലങ്ങളിൽ പ്രവർത്തനം വളരെ ഊർജ്ജസ്വലമായി നടക്കുക. നമുക്ക് കേരളത്തിൽ വരാൻ പോകുന്ന ഉമ്മൻചാണ്ടിയുടെ പുതർ ഗവൺമെന്റിൽ പുനലൂരിന് ശക്തമായ ഒരു സാന്നിധ്യം ഇത്തവണ ഉണ്ടാകണം. കഴിഞ്ഞ 10 കൊല്ലക്കാലം നമ്മുടെ നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന വ്യക്തി ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കാര്യമായി ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ അദ്ദേഹത്തിന് പോലും കഴിയുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രധാനമായി കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമായി നമ്മുടെ നാട്ടിൽ വികസിച്ചിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്താണ് കേരളത്തിലെ കാർഷിക മേഖലയിലെ ഏറ്റവും വലിയ ജലസംഭരണി കല്ലട പദ്ധതി. അവിടെ നിന്ന് വെള്ളം വിതരണം ചെയ്തിട്ട് പോലും ഈ നിയോജക മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഇവർ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇത്തവണ പതിവിന് വിപരീതമായി പുനലൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് ഇതര വ്യക്തിയെ UDFന്റെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചയക്കാൻ ബഹുമാന്യരായ നാട്ടുകാർ സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കൈപ്പള്ളിൽ മാധവൻകുട്ടി, കരിക്കത്തിൽ പ്രസേനൻ, കുളത്തൂപ്പുഴ സലീം, കേരള കോൺഗ്രസ് എം നേതാവ് ജോണി, ബഷീർ റാവുത്തർ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ UDF പ്രവർത്തകർ ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് നൽകിയത്. കോൺഗ്രസിന് വേണ്ടി ശ്രീ ജെയിംസ്, INTUCക്ക് വേണ്ടി സജിൻ, പ്രവാസി മലയാളി കോൺഗ്രസിന് വേണ്ടി ശ്രീ മാത്യു പട്ടത്താനം, INTUCക്ക് വേണ്ടി രാജൻ പിള്ള, INTUCക്ക് വേണ്ടി സത്യൻ ഏനംകുളം, INTUCക്ക് വേണ്ടി വിജയൻ തെറ്റൻകോണം, INTUCക്ക് വേണ്ടി രാജൻ എമ്മാറുകുന്ന്, പ്രവാസി മലയാളി കോൺഗ്രസിന് വേണ്ടി ശ്രീ ബാബു ഫിലിപ്പ്, INTUCക്ക് വേണ്ടി സജി ഇട്ടിച്ചെറിയ, INTUCക്ക് വേണ്ടി രാജേന്ദ്രൻ എമ്മാറുകുന്ന്, INTUCക്ക് വേണ്ടി ബിജു ഏനംകുളം, INTUCക്ക് വേണ്ടി വിജയൻ കോയിൽപ്പ, INTUCക്ക് വേണ്ടി സജീവ് ഭാരതീപുരം, INTUCക്ക് വേണ്ടി ബിപിൻ രാജ്, INTUCക്ക് വേണ്ടി അനീഷ്. വിവിധ സ്വീകരണ യോഗങ്ങളിൽ UDF സ്ഥാനാർത്ഥി ഡോക്ടർ യൂനുസ് കുഞ്ഞ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. Pushpa Green Central School, Edaman 34. The school follows CBSE curriculum, most advanced and modern methods of teaching and learning, well-qualified teachers, fully fledged laboratory, modern computer lab, and a library. In Pushpa Green, happy kids, children play, learn and grow together.
Bus facilities are available. Pushpagreel Central School, Edaman 34. Managed by Pushpagreel Educational and Charitable Trust. SMV Herbal Remedies Private Limited, കുന്നിക്കോട്. 17ഓളം പേറ്റന്റ് പ്രോഡക്റ്റുകൾ, അത്യാധുനിക യന്ത്ര സജ്ജീകരണങ്ങളോട് കൂടിയ പ്രവർത്തനം, GMP ISO സർട്ടിഫിക്കറ്റുകൾ നേടിയ പ്രമുഖ സ്ഥാപനം. അൾസർ, വാദം, രക്തസമ്മർദ്ദം തുടങ്ങി എല്ലാവിധ വ്യാധികൾക്കും ഉത്തമ ഔഷധങ്ങൾ. SMV Herbal Remedies Private Limited, കുന്നിക്കോട്. കോളേജ് ഓഫ് കൊമേഴ്സ് പുനലൂർ. വിദ്യാവിജയത്തിന്റെ സൂര്യ തേജസ്. കോളേജ് ഓഫ് കൊമേഴ്സ് പുനലൂർ മഹത്തായ 30ാം വർഷത്തിലേക്ക്. +1 +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് ഫസ്റ്റ് BA BCom ക്ലാസുകൾ +2 റിസൾട്ടിന് ശേഷവും MA MCom ക്ലാസുകൾ ഡിഗ്രി റിസൾട്ടിന് ശേഷവും ആരംഭിക്കുന്നു. SC ST OBC വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യം. കോളേജ് ഓഫ് കൊമേഴ്സ് പുനലൂർ. സൗന്ദര്യ സംരക്ഷണ രംഗത്ത് മാറ്റത്തിന്റെ പുത്തൻ തരംഗവുമായി ലഷ് കോസ്മെറ്റിക്. അത്യാധുനിക രീതിയിൽ തികച്ചും വ്യത്യസ്തമായി ഒരു സൗന്ദര്യ സംരക്ഷണ കലവറ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. പ്രീ ബ്രൈഡൽ പാക്കേജസ്, അക്കാദമി വിത്ത് ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ്. ലഷ് കോസ്മെറ്റിക്, SN കോളേജ് ജംഗ്ഷൻ, ചെമ്മന്തൂർ, പുനലൂർ. കൊട്ടാരക്കര വിജയകൃഷ്ണ ജ്വല്ലേഴ്സ് 7ാം വയസ്സിലേക്ക്. വാർഷികത്തോടനുബന്ധിച്ച് നവീകരിച്ച മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി കൊട്ടാരക്കരയിൽ ഞാൻ എത്തുന്നു. മെയ് 2-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9:15. എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവണം. മറക്കണ്ട, മെയ് 2-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9:15. വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര. ഉറുകുന്ന റൂറൽ സഹകരണ സംഘം. ഫോൺ 0475233550. പൂർണ്ണമായും കമ്പ്യൂട്ടറൈസ് ചെയ്ത നവീകരിച്ച ഓഫീസിൽ ആധുനിക സൗകര്യങ്ങളോടെ സാധാരണക്കാരന്റെ താങ്ങും തണലുമായി വിവിധ നിക്ഷേപ പദ്ധതികൾ. സേവിങ്സ്, ഹോം സേഫ്, കറന്റ് ഫിക്സഡ് നിക്ഷേപങ്ങൾക്ക് പുറമെ പലിശ മുതലിനോട് ചേർത്ത് പരമാവധി പ്രയോജനം നൽകുന്ന സ്വയംവർദ്ധിനിയും 78 മുതൽ 80 വരെ മാസങ്ങൾ കൊണ്ട് തുക ഇരട്ടിയാവുന്ന അതുല്യ നിക്ഷേപവും. നിക്ഷേപങ്ങളുടെ പലിശ നിങ്ങളുടെ വീടുകളിലെത്തിക്കുന്നു. ജനപിന്തുണയോടെ ഈ ക്ലാസ് 1 സഹകരണ സംഘം 10ാം വർഷത്തിലേക്ക്. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. നിലമ്പൂർ തേക്കിൽ തീർത്ത അലമാരകൾക്കായി പ്രത്യേക ഷോറൂം ഒരുക്കിയിരിക്കുന്നു. തേക്കിൽ നിർമ്മിച്ച സെറ്റ്, ദിവാൻ കോട്ട്, സ്റ്റീൽ അലമാര, കട്ടിൽ, TV സ്റ്റാൻഡ്, കിച്ചൺ സ്റ്റാൻഡ്, സാരി സ്റ്റാൻഡ്, ടീപ്പോ, 2 കസേരകൾ, 2 തലയിണകൾ എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ വെറും 40,000 രൂപയ്ക്ക്. സുനിദ്ര, പെപ്സ്, സ്കൈഫോം എന്നീ കമ്പനികളുടെ മെത്തകളും ഇവിടെ ലഭ്യമാണ്. മെത്തകൾക്ക് 20% വരെ ഡിസ്കൗണ്ടും ലഭിക്കും. ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ പഠിച്ചിറങ്ങിയ 100 കണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. കോഴ്സ് പൂർത്തിയാക്കിയാൽ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. ഫോൺ 0474245339. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. സത്യം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കന്യാകുമാരി ഡിസ്ട്രിക്ട്, നാഗർകോവിൽ. ഏറ്റവും കൂടുതൽ മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന കന്യാകുമാരി ജില്ലയിലെ പ്രമുഖ സ്ഥാപനം. എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. സത്യം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കന്യാകുമാരി ഡിസ്ട്രിക്ട്, നാഗർകോവിൽ. ഫോർ അഡ്മിഷൻ കോൺടാക്ട്. പരിമിതമായ സീറ്റുകളോട് കൂടി പുനലൂർ ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകതകൾ: ഡൊണേഷൻ ഇല്ല, മിതമായ ഫീസ്, തികഞ്ഞ അച്ചടക്കത്തിലൂടെ മൂല്യാധിഷ്ഠിത പഠനം, വിദേശത്തും സ്വദേശത്തും പരിചയം നേടിയ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ, സ്മാർട്ട് ക്ലാസ്, നവീകരിച്ച കിഡ്സ് കോർണർ, പരിസ്ഥിതി സൗഹൃദ വിദ്യാലയം, അറബി ഭാഷാ പഠനമുള്ള പുനലൂരിലെ ഏക CBSE വിദ്യാലയം. ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ചേർത്ത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഉറപ്പാക്കൂ.
അക്ഷയ തൃതീയ നാളിൽ പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും സ്വർണം വാങ്ങൂ, വർഷം മുഴുവൻ ഐശ്വര്യപൂർണമാക്കൂ. സ്വർണ്ണാഭരണ വിപണന രംഗത്ത് വർഷങ്ങളുടെ വിശ്വാസ്യതയും പാരമ്പര്യവുമുള്ള പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഈ അക്ഷയ തൃതീയ നാളിൽ സ്വർണം വാങ്ങൂ. ഈ പവിത്ര സ്വർണത്തിലൂടെ വർഷം മുഴുവൻ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും നിലനിർത്തൂ. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. BAS 916 ഹാൾമാർക്ക് ജ്വല്ലറി. പുനലൂർ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ രാജുവിന്റെ തെന്മല ഗ്രാമപഞ്ചായത്തിലെ സ്വീകരണ പരിപാടി ഓലപ്പാറയിൽ നിന്ന് ആരംഭിച്ചു. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയാണ് സ്വീകരണം സംഘടിപ്പിച്ചത്. വലിയകാവ്, ചെറുകടവ്, 16 ഫില്ലിംഗ്, അമ്പിക്കോണം, ചാലിയക്കര വഴി ഇടമൺ 34 സമാപിച്ചു. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയാണ് സ്വീകരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. തൊഴിലാളികൾ മണിക്കൂറുകളോളം കാത്തുനിന്നാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. സ്വീകരണ പരിപാടികൾക്ക് LDF നേതാക്കളായ T ചന്ദ്രാനന്ദൻ, L ഗോപിനാഥപിള്ള, S സുനിൽകുമാർ, A ജോസഫ്, T കബീറുദ്ദീൻ, PK മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. മുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ഇനി പൂർത്തീകരിക്കേണ്ട പദ്ധതികൾ പൂർത്തീകരിക്കാൻ അവസരം നൽകണം എന്നാണ് എനിക്ക് പ്രിയപ്പെട്ട സമ്മതിദായകരോട് അഭ്യർത്ഥിക്കാൻ. അതിന് അരിവാൾ ദർശനത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാം. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വരണം. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെന്റ് വരണമെങ്കിൽ നിങ്ങൾക്കറിയാം, പുനലൂർ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു ഉറച്ച സീറ്റ്. പുനലൂർ പോലെയുള്ള ഇടതുപക്ഷ മുന്നണിക്ക് ഭൂരിപക്ഷം വരുന്ന സീറ്റുകളിൽ വിജയിച്ചു വന്നുവെങ്കിൽ മാത്രമേ ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന, നാടിന്റെ യശസ് പോലും നശിപ്പിച്ച, നാടിന്റെ എല്ലാ നന്മകളും നശിപ്പിച്ച ഈ ഉമ്മൻചാണ്ടി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഈ 16-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പുനലൂരിൽ മത്സരിക്കുന്ന എനിക്ക് അരിവാൾ ദർശന ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ 10 വർഷത്തിനിടയിൽ എന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ വിലയിരുത്തുക. അഴിമതി ആരോപണങ്ങൾ ലവലേശം ഉണ്ടാകാൻ ഞാൻ ഇടപെടുത്തിട്ടില്ല. സ്വജനപക്ഷപാതം നടത്തുന്നതിന് ഞാൻ തയ്യാറായിട്ടില്ല. കൈയിട്ട് വാരാൻ അവസരം കിട്ടുമ്പോൾ കൈയിട്ട് വാരാൻ തയ്യാറായിട്ടില്ല. മാതൃകാപരമായി തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതാണ് എന്റെ ഏറ്റവും വലിയ ബലവും ശക്തിയും. നിങ്ങൾ എന്നിൽ അർപ്പിച്ച ഉത്തരവാദിത്തം അത് ഈ നാടിന്റെ ജനങ്ങളുടെയും നാടിന്റെയും മാന്യത പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ നിർവഹിച്ചത് എന്നുള്ളത് ഞാൻ ഉറപ്പു നൽകിയ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വോട്ടവകാശമുള്ള വിദ്യാർത്ഥികളുടെ വോട്ട് ലക്ഷ്യമാക്കി ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി മുല്ലക്കര രത്നാകരൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വോട്ടഭ്യർത്ഥിച്ചു. LDF നേതാക്കളും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു.
അഞ്ചലിലെത്തിയ മുല്ലക്കര രത്നാകരൻ മുക്കട ജംഗ്ഷനിലെ PSC കോച്ചിംഗ് സെന്ററിലെത്തി ഉദ്യോഗാർത്ഥികളോട് വോട്ടഭ്യർത്ഥിച്ചു. കോച്ചിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് പുനലൂർ നിയോജക മണ്ഡലത്തിലായതിനാൽ അഡ്വക്കേറ്റ് രാജുവിനും വോട്ടഭ്യർത്ഥിക്കാൻ സ്ഥാനാർത്ഥി മറന്നില്ല. 5 വർഷക്കാലം UDF കേരളം ഭരിക്കുകയായിരുന്നില്ല എന്നും എല്ലാ മര്യാദകളും ലംഘിച്ച് അഴിഞ്ഞാടുകയായിരുന്നെന്നും മുല്ലക്കര രത്നാകരൻ അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ 5 വർഷം ഭരണം ഇവിടെ 5 വർഷം ഭരിക്കുകയായിരുന്നില്ല. 5 വർഷം അക്ഷരാർത്ഥത്തിൽ എല്ലാ മര്യാദയും ലംഘിച്ച് അഴിഞ്ഞാടുകയായിരുന്നു. മന്ത്രിമാരും ഭരണാധികാരികളും ബന്ധപ്പെട്ടവരുൾപ്പെടെ ആ അഴിഞ്ഞാടം കേരളത്തിന് പൊറുക്കാനൊക്കുന്നതല്ല എന്ന് കേരളത്തിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതുണ്ട്. അഞ്ചൽ ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജു സുരേഷ്, ബ്ലോക്ക് മെമ്പർ ഗിരിജ മുരളി, CPI ജില്ലാ കമ്മിറ്റി അംഗം JC അനിൽ, SK നിഷാദ്, അലേമൺ പഞ്ചായത്ത് പ്രസിഡന്റ് M ഹംസ എന്നിവരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഒറ്റക്കൽ ലുക്കൌട്ടിന് സമീപം ജീപ്പും ലോറിയും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച വൈകുന്നേരം 6 മണിയോടെയായിരുന്നു അപകടം. ഇടമൺ സ്വദേശി രഘുരാമൻ നായർക്കും നിരവധി യാത്രക്കാർക്കും പരിക്കുണ്ട്. പരിക്കേറ്റവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലുക്കൌട്ടിന്റെ ആ ഭാഗത്ത് ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിന്റെ കുറച്ച് ഇപ്പുറത്തായിട്ടാണ് ആ വളവ് കയറി അങ്ങ് മുകളിലോട്ട് പോകുന്നത്. നിങ്ങൾ ജീപ്പിലായിരുന്നു? ഞാൻ ജീപ്പിലെ നമ്മുടെ വരെ പോകുമായിരുന്നു. എന്താണ് പ്രശ്നങ്ങൾ? അല്ല, ജീപ്പ് റൈറ്റ് സൈഡിൽ വലിയ സ്പീഡില്ലാതെ പോകുമായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ലോറി പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് കയറി വന്നു. അപ്പോൾ ജീപ്പർ ഒന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെ ഇടിച്ചാൽ നിന്നത്. ജീപ്പ് മറിയില്ല, ഇടിച്ച് ബാക്കിലോട്ട് പോയായിരുന്നു. അതിനകത്ത് കുറേ സ്ത്രീകളുണ്ടായിരുന്നു. അവർക്കും നല്ല പരിക്കൊന്നേ മുറിവെല്ലാം തോന്നുന്നു. എല്ലാവർക്കും ഇടിയായിരിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴയിൽ മാറാട് ദിനാചരണവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമിതി അംഗം അമ്പോറ്റി കോഴഞ്ചേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാറാട് ദിനത്തോടനുബന്ധിച്ചാണ് ഭീകരതയ്ക്കെതിരെ എന്ന മുദ്രാവാക്യത്തോടെ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴയിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചത്. കുളത്തൂപ്പുഴ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ താലൂക്ക് പ്രസിഡന്റ് ഡോക്ടർ മോഹൻലാൽ അധ്യക്ഷത വഹിച്ചു. MS ബിജു സ്വാഗതം പറഞ്ഞു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമിതി അംഗം അമ്പോറ്റി കോഴഞ്ചേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 83% വരുന്ന ഒരു ജനസഞ്ചയത്തിന് ഈ രാജ്യത്ത് ജീവിക്കാൻ അനുവദിക്കില്ല, ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ കൂട്ട ആത്മഹത്യയല്ലേ വേണ്ടത്? ഞാൻ ആ തലത്തിൽ ചിന്തിക്കുന്ന ആളാണ്. ഭാരതത്തിലെ ഏതെങ്കിലും ഭാഗത്ത് ഹിന്ദു ന്യൂനപക്ഷമായി എന്നിരിക്കട്ടെ, അവിടെയൊക്കെ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അരുണാചൽ പ്രദേശിലും മിസോറാമിലും കാശ്മീരിലുമൊക്കെ നടന്നിട്ടുണ്ടോ? എന്താ അവിടെ ഒരൊറ്റ ഹിന്ദുവിന് കയറാൻ പറ്റില്ല, ഒരൊറ്റ ഹിന്ദുവിനോട് കയറാൻ പറ്റില്ല. ഞാൻ വർഗീയ പ്രസംഗം നടത്തുന്നൊന്നും ആയിരിക്കണമല്ല, കരുതിയാലുമൊന്നുമില്ല. സത്യങ്ങൾ വിളിച്ചു പറയാതിരിക്കാൻ നിർവാഹമില്ല. എല്ലാ കാലത്തും ഭാരതത്തിൽ ഹിന്ദുക്കളെ നശിപ്പിക്കാനുള്ള തീവ്രമായ കുൽസിതമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ഒരു രാജ്യത്തിന്റെ സംസ്കാരം അല്ലെ ആ രാജ്യത്തിന്റെ സമ്പത്ത് നിലനിൽക്കുന്നത് എന്തിനാണ്? ആ രാജ്യത്തിന്റെ ബലം ശക്തി നിലനിൽക്കുന്നത് എന്താണ്? ആ രാജ്യത്തിന്റെ സംസ്കാരത്തിന് ഊന്നിയുള്ള ഒരു ജീവിത ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു ജനസഞ്ചയത്തിന് മാത്രമേ ആ രാജ്യത്തെ സമ്പൽ സമൃദ്ധമാക്കാനും ശക്തിയുക്തമാക്കാനും കഴിയുള്ളൂ. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമ്പത്ത് എന്താ? ക്ഷേത്രങ്ങളാണ്. എപ്പോഴും ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു ജനസഞ്ചയമാണ്. യോഗത്തിൽ ജില്ലാ സെക്രട്ടറിമാരായ പുനലൂർ ഹരി, MK അജയൻ, അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് അംഗം കുരുവിക്കോണം അജി, താലൂക്ക് സെക്രട്ടറിമാരായ ആർച്ചൽ ബിജുകുമാർ, ആർച്ചൽ സജികുമാർ, ശ്രീധരൻ, മാവിള അനിൽകുമാർ, G ശേഖർ, ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും
ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. Kamal Engineering College, established in 2002, is a leading self-financing private co-educational institution. Engineering courses offered here: civil engineering, computer science and engineering, electrical and electronics engineering, electronics and communication engineering, information technology, mechanical engineering, BTech regulations, BTech syllabus. MTech courses offered here: MTech in communication engineering, MTech in Computer Science and Engineering. Department of Management Studies offers the MPA program shall be spread over 2 years duration with 4 semesters. The course is affiliated to Mahatma Gandhi University, Kottayam, Kerala. കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം. 25,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ് എന്നിവയുടെ ഡിസ്പ്ലേ. എക്സ്പോർട്ട് ക്വാളിറ്റി ഗ്രാനൈറ്റ്സ് ആൻഡ് ഇമ്പോർട്ടഡ് വിട്രിഫൈഡ് ടൈൽസ്. ഗുണനിലവാരം, വിശ്വസ്തത, വേഗത, സുതാര്യത ഞങ്ങളുടെ മുഖമുദ്ര. ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്, ഏനാത്ത്. എനിക്ക് 5 വർഷമായിട്ട് തലവേദനയുടെ അസ്വസ്ഥതയായിരുന്നു. ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ ഒത്തിരി കഴിച്ചു, എന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ലായിരുന്നു. ഓപ്പറേഷൻ വരെ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു, കഫം എടുത്ത് കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ പത്തനാപുരത്ത് ആയുർശ്രീ എന്ന് പറഞ്ഞൊരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, അവിടെ ചെന്ന് ആ ഡോക്ടറെ ഒന്ന് കാണാൻ പറഞ്ഞു. ഫ്രണ്ടിന് നല്ല ആശ്വാസം കണ്ടതുകൊണ്ടാണ് ഞാൻ അവിടെ ചെന്നത്. ഡോക്ടറോട് വിവരമൊക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ 1 മാസമായി നഴ്സിംഗ് ചെയ്തിട്ട് എന്നും ഒരു ദിവസം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. അത്ര തലവേദനയായിരുന്നു, ഭാരപ്പെടുകയായിരുന്നു. എന്നാൽ അവിടുത്തെ മരുന്ന് പോലും ഞാൻ കഴിക്കുന്നില്ല, കാരണം എൻ്റെ കംപ്ലീറ്റ് ആ അസ്വസ്ഥത എന്നെ മാറിക്കഴിഞ്ഞു. ആയുർശ്രീക്ക് നന്ദി. ആയുർശ്രീ ആയുർവേദ പഞ്ചകർമ്മ ഹോസ്പിറ്റൽ, വ്യാപാര ഭവൻ, പത്തനാപുരം, ഇലക്ട്രിസിറ്റി ഓഫീസിന് എതിർവശം, കരുനാഗപ്പള്ളി. പഠനം കഴിഞ്ഞാൽ ഉടനൊരു ജോലി ഏതൊരു വിദ്യാർത്ഥിയുടെയും സ്വപ്നമാണ്. ഏവിയേഷൻ, ടൂറിസം, നഴ്സിംഗ് ലോകത്തിലെ ഏറ്റവും മുന്തിയ തൊഴിൽ ദാതാക്കളായി ഈ നൂറ്റാണ്ടിന്റെ തൊഴിൽ മേഖലയായി മാറിയിരിക്കുന്നു. ECR മെറിഡിയൻ കോളേജ് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, BHM ബാച്ചുലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്. എലിജിബിലിറ്റി +2 or HSC പാസ്. നിങ്ങളുടെ സ്വപ്ന സൗധം യാഥാർത്ഥ്യമാക്കുവാൻ ശ്രീ മഹാലക്ഷ്മി കൺസ്ട്രക്ഷൻസ്, വാളകം, കൊട്ടാരക്കര. ബന്ധപ്പെടേണ്ട നമ്പർ 9562525225, 9656360357, ലാൻഡ് ഫോൺ 047424722626. പുനലൂരിലെ സ്കൂൾ പരിസരങ്ങളിൽ പാൻ മസാലയും പുകയില ഉൽപ്പന്നങ്ങളും വൻതോതിൽ വിറ്റഴിക്കുന്നതായി പരാതി. കഴിഞ്ഞ 1 മാസത്തിനിടെ പുനലൂർ മേഖലയിൽ നിന്ന് പിടിച്ചെടുത്തത് 1 ലക്ഷം രൂപയുടെ പാൻ മസാല. സ്കൂൾ പരിസരത്തുള്ള ചില കടകളിലും പാൻ മസാല വിറ്റഴിച്ച് കച്ചവടക്കാർ വൻ ലാഭം കൊയ്യുകയാണ്. പൊതികളിലാക്കിയ കഞ്ചാവും ഇത്തരം കടകളിൽ സുലഭമാണ്. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് കഞ്ചാവും പാൻ മസാലയും കച്ചവടക്കാർ വിൽപ്പന നടത്തുന്നത്. കേരളത്തിൽ പാൻ മസാല നിരോധിച്ചിരിക്കുകയാണ്. ഇത് വിൽപ്പന നടത്തുന്നത് ശിക്ഷാർഹമാണെന്നിരിക്കെ രഹസ്യമായി കടകളിൽ സാധനം സൂക്ഷിച്ച് വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പുനലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പരിസരത്തുള്ള ഒരു കടയിൽ നിന്ന് 50,000-ഓളം രൂപ വില വരുന്ന പാൻ മസാല പിടിച്ചെടുത്തിരുന്നു. എക്സൈസ് സംഘം സ്കൂൾ പരിസരത്തുള്ള കടകളിൽ റെയ്ഡുകൾ നടത്തി വരികയാണ്. കൂടുതൽ റെയ്ഡുകൾ സംഘടിപ്പിച്ച് പാൻ മസാലയും കഞ്ചാവും വിൽപ്പന നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. 40 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിനു ശേഷം വിരമിക്കുന്ന അഞ്ചൽ അഗസ്ത്യക്കോട് അംഗൻവാടി അധ്യാപിക അംബികയ്ക്ക് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം പുനലൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് A.J. പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. അഗസ്ത്യക്കോട് നിവാസികൾ ദുഃഖം ഉള്ളിലൊതുക്കി നിറഞ്ഞ മനസ്സോടെയാണ് അധ്യാപികയ്ക്ക് യാത്രയയപ്പ് നൽകിയത്. നീണ്ട 40 വർഷം അഗസ്ത്യക്കോട് അംഗൻവാടിയിൽ സേവനമനുഷ്ഠിച്ചു. അംഗൻവാടിയുടെയും നാടിന്റെയും വളർച്ചയ്ക്ക് അംബിക മാർഗദീപമായിരുന്നു. ഏകദേശം 40-45 വർഷം കഴിഞ്ഞില്ല
40 വർഷത്തിന് മേലെയായി ഞാൻ ഈ വാർഡിൽ തന്നെ ഈ കുട്ടികളെ പഠിപ്പിച്ചു വരികയാണ്. പക്ഷെ ഇന്ന് നിങ്ങൾ വന്ന ഈ യാത്രയായിട്ട് എനിക്ക് എന്തും ഏത് രീതിയിലാണ് നിങ്ങളോടത്. യാത്രയയപ്പ് സമ്മേളനം പുനലൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് AJ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. അഞ്ചൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BY വർഗീസ് ഉപഹാരം സമർപ്പിച്ചു. 2015 ഗുരുശ്രേഷ്ഠ അവാർഡ് ജേതാവ് അജയകുമാറിനെയും MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ 3ാം റാങ്ക് ജേതാവ് രാഹുൽ RPയെയും ചടങ്ങിൽ അനുമോദിച്ചു. സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ഏകദേശം 45 വർഷക്കാലം മാതൃകാപരമായ അധ്യാപന പ്രവർത്തനങ്ങൾ നടത്തി ഈ നാട്ടിലാകെ ജനങ്ങൾക്കാകെ സുപരിചിതരാകുകയും നിരവധിയായിട്ടുള്ള ശിഷ്യസമ്പത്തിന് വാർത്തെടുക്കാൻ കഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ട അധ്യാപകരുടെ ദിനങ്ങൾ ചടങ്ങ് കൂടിയാണ്. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. ഇനി സ്വർണ്ണവെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിടയിലും CPIയിൽ കൊഴിഞ്ഞുപോക്ക്. പാർട്ടിയിൽ വിഭാഗീയത ആരോപിച്ച് പുനലൂർ മണ്ഡലത്തിലെ ഒരു വിഭാഗം CPI നേതാക്കൾ RSPയിലേക്ക് ചേക്കേറി. ബംഗാളിലെ CPM കോൺഗ്രസ് കൂട്ടുകെട്ടിനെ പരിഹസിച്ച് കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡ. കേന്ദ്ര ഫണ്ടുകൾ നേടിയെടുക്കുന്നതിലും വിനിയോഗിക്കുന്നതിലും സംസ്ഥാന സർക്കാർ പരാജയമെന്നും കേന്ദ്രമന്ത്രി. പെരുമ്പാവൂരിൽ ദളിത് പെൺകുട്ടി ജിഷയെ ക്രൂരമായി മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയ കേസിന്റെ അന്വേഷണം ശരിയായ ദിശയിലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പ്രതികൾ ഉടൻ പിടിയിലാകുമെന്നും മന്ത്രി. പുനലൂരിലെ സ്കൂൾ പരിസരങ്ങളിൽ പാൻ മസാലയും പുകയില ഉൽപ്പന്നങ്ങളും വൻതോതിൽ വിറ്റഴിക്കുന്നതായി പരാതി. കഴിഞ്ഞ ഒരു മാസത്തിനിടെ പുനലൂർ മേഖലയിൽ നിന്നും പിടിച്ചെടുത്തത് 1 ലക്ഷത്തോളം രൂപയുടെ പാൻ മസാല. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.